നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയിലെ വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഗസയുടെ അതിർത്തിയിൽ, അതായത് ഗസ സിറ്റിയുടെ അതിർത്തിയിൽ ഇസ്രായേലി സൈന്യം തമ്പടിച്ചിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഇസ്രായേലി സൈന്യത്തിന്റെ ഹയർ അതോറിറ്റിയുടെ നിർദ്ദേശം കിട്ടിയാൽ ഏതു നിമിഷവും ഇസ്രായേലി സൈന്യം ഗസ അതിർത്തിയിലേക്ക് കടന്നു കയറിയേക്കാം. ഇപ്പോൾ നഹാൽ ഓസ്വേ എന്ന് പറയുന്ന ക്രോസ്വേയുടെ അടുത്ത് ഇസ്രായേലി സൈന്യം തമ്പടിച്ചിരിക്കുന്നു എന്ന വാർത്ത, നൂറുകണക്കിന് സൈനിക വാഹനങ്ങളും സൈന്യവും തമ്പടിച്ചിരിക്കുന്നു എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷമാണത്. മറ്റൊന്ന്, ജർമ്മനി ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന എല്ലാ കരാറിൽ നിന്നും പിന്മാറുന്നു. അതായത് ഇനി ജർമ്മനി ഒരിക്കലും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ല എന്ന രീതിയിലുള്ള തീരുമാനമെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുകയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ. പ്രത്യേകിച്ചും അമേരിക്ക കഴിഞ്ഞാൽ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ലഭിക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ഈ അവസരത്തിൽ ഇസ്രായേൽ മറ്റൊരു യുദ്ധത്തിന് കൂടി തയ്യാറെടുക്കുന്ന സമയത്ത് ഗസ സിറ്റിയിലേക്ക് കടന്നു കയറി മറ്റൊരു യുദ്ധത്തിന് കൂടി, കരയുദ്ധത്തിന് കൂടി തയ്യാറെടുക്കുന്ന സമയത്ത് ജർമ്മനിയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിഴലിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ബ്രിട്ടനും ഫ്രാൻസുമൊക്കെ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് നിർത്തുവാനുള്ള തീരുമാനവുമായി മുന്നോട്ട് വരുമെന്ന വലിയ നിഗമനം അന്തർദേശീയ മാധ്യമങ്ങളിൽ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഏകദേശം 2 വർഷത്തോളമാകുന്നു ഇസ്രായേൽ വിവിധ തരങ്ങളിലുള്ള യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടിട്ട്. ഹമാസുമായി, ഹിസ്ബുള്ളയുമായി, ഇറാനുമായി, ഹൂതികളുമായൊക്കെ നിരന്തരം ഈ 2 വർഷത്തിനുള്ളിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ വല്ലാതെ ക്ഷയിച്ചു കഴിഞ്ഞു, വല്ലാതെ ക്ഷാമമുണ്ട്. ഇസ്രായേലിന് ഈ ആയുധങ്ങൾ റീഫില്ല് ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ അവസരത്തിൽ ജർമ്മനി ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിൽ നിന്ന് പിന്മാറുന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുമെന്ന നിഗമനം അന്തർദേശീയ മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ജർമ്മനി എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നത്. മറ്റൊരു വാർത്ത കൂടി ഇസ്രായേലിനെ സംബന്ധിച്ച് അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ടക്കർ കാൾസൺ എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ജേർണലിസ്റ്റ് പറയുന്നു, അമേരിക്കയിലെ മിക്ക സൈനിക ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് ലൈംഗിക കേസുകളിൽ പെടുത്തി. അതായത് എപ്സ്റ്റാൻ എന്ന് പറയുന്ന ഒരു ലൈംഗിക ആരോപണ കേസ് ഇപ്പോൾ അമേരിക്കയിൽ നിലനിൽക്കുകയാണ്. അത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് സൃഷ്ടിച്ചതാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു വാദമുണ്ടാകുകയാണ്. ടക്കർ കാൾസൺ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രശസ്തനായ ജേർണലിസ്റ്റാണ് ഈ ആരോപണം മൊസാദിനെതിരെ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, മനഃപൂർവ്വം ഇസ്രായേൽ അമേരിക്കയിലെ സൈനിക നേതൃത്വത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഒക്കെ ഈ ഹണി ട്രാപ്പ് വെച്ച് ലൈംഗിക കേസുകളിൽ കുടുക്കി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകൾ എടുപ്പിക്കുന്നു എന്ന വലിയ ആരോപണം ഇപ്പോൾ ടൈക്കർ കാൾസൺ എന്ന് പറയുന്ന അമേരിക്കൻ ജേർണലിസ്റ്റ് ഉന്നയിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അവരുടെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന വിവിധ രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാണ് രാഷ്ട്ര തലവന്മാരെയും ഒക്കെ തങ്ങൾക്കൊപ്പം നിർത്തുന്നത് എന്നൊരു വസ്തുത നേരത്തെയൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. മിക്കപ്പോഴും തങ്ങളുടെ സഖ്യരാജ്യങ്ങളിൽ വരെ കടന്നു കയറി അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരു സമ്പ്രദായം മൊസാദിനുണ്ട്. ഇപ്പോൾ ടക്കർ കാൾസൺ പറയുന്നതനുസരിച്ച് അമേരിക്കയിലെയും മിക്ക സൈനിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഈ ലൈംഗിക കേസിൽപ്പെടുത്തി, അഥവാ ഹണി ട്രാപ്പിൽപ്പെടുത്തി ഈ ലൈംഗിക വീഡിയോകളൊക്കെ കവർ ചെയ്ത് ഇസ്രായേലിന് അനുകൂലമായ നടപടികൾ എടുക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. മറ്റൊന്ന്, നേരത്തെ തന്നെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ ഒരു ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരിക്കൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടന്നു ചെന്നു. അതിനുശേഷം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബോറിസ് ജോൺസന്റെ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ബാത്റൂം ഉപയോഗിച്ചു. അതിനുശേഷം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആ ബാത്റൂം വിട്ടുപോയി. കാരണം ലോക നേതാക്കന്മാർ ഒക്കെ സന്ദർശിക്കുന്ന സമയത്ത് അത്തരം സംഭവഗതികൾ ഉണ്ടാകാറുള്ളതാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ ബ്രിട്ടന്റെ ഏജൻസികൾ, അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ ബോറിസ് ജോൺസന്റെ ടോയ്ലറ്റ് പരിശോധിച്ചു. അതായത് ബ്രിട്ടനിൽ അങ്ങനെ ഒരു നടപടിയുണ്ട്. അവിടെ നയതന്ത്ര തലത്തിലിരിക്കുന്ന ആളുകളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭരണപ്രമുഖരുടെയും ഒക്കെ വസതികളും മറ്റും അവരുടെ ഇന്റലിജൻസ് ഏജൻസികൾ സെർച്ച് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. കാരണം ഏതെങ്കിലും വിദേശ രാജ്യം അവരുടെ എന്തെങ്കിലും ചാരയന്ത്രങ്ങളോ മറ്റോ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്യുന്നതിനിടയിൽ ഈ
ബെഞ്ചമിൻ നെതന്യാഹു വെച്ച ഒരു ചാരയന്ത്രം കണ്ടെത്തിയെന്ന് ഈ ബോറിസ് ജോൺസൺ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഒരിക്കൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം, ഈ മൊസാദ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വ്യാപ്തി. അവരുടെ പ്രധാനമന്ത്രിമാരെ, രാഷ്ട്ര തലവന്മാരെ, മിക്കപ്പോഴും ഈ നയതന്ത്ര പ്രതിനിധികളെ ഒക്കെ ഇത്തരം ചാര വേലകൾക്ക് വേണ്ടി നിയോഗിക്കാറുണ്ട് എന്നത് വലിയ വാസ്തവമാണ്. എന്തായാലും നമ്മൾ ഈ ടൈക്കർ കാൾസന്റെയും ഈ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെയും ഒക്കെ പ്രസ്താവനകളൊക്കെ ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ മൊസാദിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അന്തർദേശീയ മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനങ്ങളൊന്ന് ഇയാൻ ഷമീർ, IDF-ന്റെ മേധാവിയുടെ ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞുള്ള വിലയിരുത്തലുകളാണ് എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ നിഗമനങ്ങൾ നിറയുകയാണ്. അതായത് അദ്ദേഹം പറയുന്നത്, ഇയാൻ ഷമീർ പറയുന്നത്, ഇസ്രായേലി സൈന്യം ഇപ്പോൾ ഗസ സിറ്റി പിടിച്ചെടുക്കുവാനുള്ള നടപടി അത് അപ്രായോഗികമാണ്. ഒരുപക്ഷെ അത് ഹമാസിന്റെ കെണിയായിരിക്കാം. വലിയ ആത്മഹത്യാപരമായ കാര്യങ്ങളിലേക്കാണ് ഇസ്രായേൽ ഗസ സിറ്റിയിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്നൊരു നിഗമനം ഇസ്രായേലി സൈനിക മേധാവി, IDF മേധാവി ഇയാൻ ഷമീറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അത് ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. ഗസയെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ട് ക്രിയാത്മകമായാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എന്ന നിഗമനവും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറയുന്ന ഒരു സമയമാണ്. മറ്റൊന്ന്, യഹിയ സാരി, ഹൂതികളുടെ നേതാവിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു, ഒരു അവകാശവാദം ഉണ്ടാകുന്നു. അവർ 3 ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിച്ചു. ബെൻകുരിയൻ എയർപോർട്ട്, ബീർഷെബ, അഷ്കലോൻ എന്നീ 3 തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിച്ചു എന്നൊരു അവകാശവാദം ഇപ്പോൾ യഹിയ സാരിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതും പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനങ്ങൾ സമാഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഇസ്രായേൽ കൂടുതൽ അന്തർദേശീയ തലത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ചും ജർമ്മനി അവർക്ക് ആയുധങ്ങൾ നൽകുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഗസയിൽ നിന്ന് അഥവാ ഗസ സിറ്റിയിൽ നിന്ന് മാറാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശത്തെ ഗസ നിവാസികൾ പിന്തള്ളുന്നു, അവരും അതിന് തയ്യാറാകുന്നില്ല എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഗസയിലെ നിവാസികൾ ഇസ്രായേലിന്റെ പേരിൽ നിന്നുള്ള ഏതു തിരിച്ചടികളും നേരിടുവാൻ സന്നദ്ധരായി അവിടെ തയ്യാറായിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അന്തർദേശീയ മാധ്യമങ്ങൾ നിറയുന്ന മറ്റൊരു വാർത്ത. എന്തായാലും ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശം കൂടുതൽ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്ന നിഗമനം തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചും അത് ശുഭദായകമായ ഒരു വാർത്തയായിരിക്കില്ല അവിടെ നിന്ന് ലഭിക്കുക. കാരണം അവിടെ ഹമാസ് വളരെ പർപ്പസ്ഫുള്ളി തന്നെ, കണ്ണിങ് ആയിട്ട് തന്നെ തുരങ്കങ്ങളുടെ വലിയ ഒരു ശൃംഖല സൃഷ്ടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഗറില്ല ആക്രമണം നടത്തി അതിലേക്ക് തന്നെ തിരിച്ചുപോയി മറയുവാൻ കഴിയുന്ന വണ്ണം ശക്തമായ ഒരു ശൃംഖല തന്നെ അവിടെയുണ്ട്. അത് എങ്ങനെ ഇസ്രായേലിനെ അതിജീവിക്കുവാൻ കഴിയും എന്ന വലിയ ഒരു ചർച്ചയിലാണ് അന്തർദേശീയ യുദ്ധ വിശാരദന്മാരൊക്കെ. തൽക്കാലം ഈ വീഡിയോ എടുവാങ്ങാണ്. മറ്റു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.